അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മത്തി അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തി അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 സ്പൂണോളം കുരുമുളകും വേണം. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മത്തിയിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ വറക്കാനായിട്ട് പാകത്തിന് മത്തി വെട്ടി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ മത്തി വെട്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുരുമുളക് ചേർത്ത പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂണോളം മുളക് പൊടിയാണ്. അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അച്ചാറൊക്കെ ആകുമ്പോൾ തന്നെ ഇത്തിരി കളറ് ഉള്ളത് നല്ലതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ പാകം നോക്കിയിട്ട് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1.5 കിലോളം മത്തി ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായപ്പൊടിയാണ്. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണോളം നമ്മൾ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ പിടിക്കുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 20 മിനിറ്റോളം നമുക്കിത് മസാല പിടിക്കാനായിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലാണെങ്കിൽ ഒരു 5 മിനിറ്റോളം സമയം നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ മസാലയൊക്കെ നമുക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. ഇപ്പോൾ കണ്ടോ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കി ഇത് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ, അതായത് ഒന്ന് പൊള്ളിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജസ്റ്റ് മീനൊന്ന് നമുക്ക് പൊള്ളിച്ചിട്ട് തിരിച്ച് 2 വശവും മറിച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിൽ നിന്ന് മുള്ള് മാറ്റാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളത് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ആറാനൊന്നും നോക്കി നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ വറുത്ത് മാറ്റിയിടുമ്പോൾ തന്നെ നമുക്കിത് ആറിക്കിട്ടും. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് പൊളിക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ വാൽഭാഗത്ത് വെച്ചിട്ട് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം മുഴുവൻ ദേശീയം നമുക്ക് അടർന്ന് തന്നെ കിട്ടും. നല്ലപോലെ ഒന്ന് പൊള്ളി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അടർന്ന് കിട്ടും. കണ്ടത് കാണുമ്പോൾ അറിയാം, വലിയ ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നുമല്ല. അതിൻ്റെ ഉള്ളൊക്കെ വെളുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം. ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും അങ്ങനെ വെളുത്തിരിക്കത്തില്ലല്ലോ, നല്ല നല്ല മുരിമരാന്നിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ മീനും വറുത്ത് മുള്ളു മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും പാനിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മുള്ള് മാറ്റിയെടുത്ത മീൻ നല്ല ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. കാരണം മുള്ളൊക്കെ മാറ്റിയെടുത്തുകൊണ്ടാണ് ഇത് ഫ്രൈ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഞാൻ ഏകദേശം ഇപ്പോൾ മുഴുവൻ മീനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മീൻ മുറിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ മുള്ള് മാറ്റാതെ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ അച്ചാറിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുള്ള് വീണ്ടും കട്ടിയാകും. അതുകൊണ്ടാണ് നമ്മൾ മുള്ള് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ആ എണ്ണ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ മീൻ വറുത്തതിൻ്റെ തരിയൊക്കെ ആ എണ്ണയിൽ കാണും. അപ്പം കടുക് പൊട്ടിക്കുമ്പോൾ പൊട്ടി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആ എണ്ണ അരിച്ചെടുക്കുന്നത്. അതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ കടുകും പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ഉലുവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ 2-3 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഒരുപാട് ഉലുവ വേണ്ട കേട്ടോ, ഇച്ചിരി കയ്പ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ സ്പൂണിന്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടാണ്ട് നമുക്ക് ഒരു 5-6 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് എത്രത്തോളം കൂടുതൽ എടുക്കാവോ അത്രത്തോളം എടുക്കുക. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കത് എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ചേർത്ത പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ മീൻ പുരട്ടാനെടുത്ത പേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത്. അത് നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മളൊരു 3 സ്പൂണോളം മുളക് പൊടി, അപ്പോൾ നമ്മൾ ചേർത്ത 3 സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളറിന് വേണം, അതുപോലെ തന്നെ എരിവും കുറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് ചേർത്ത് കൊടുത്തത്. പിന്നെ അതുപോലെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ നോക്കണം, ഉപ്പ് പാകത്തിന് അതിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ മുള്ള് മാറ്റി വറുത്ത് വെച്ചിരുന്ന മീനാണത്. അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുത്ത് യോജിപ്പിക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കൂടാണ്ട് നമുക്ക് വിനാഗിരി കൂടി വേണം കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് 1 ഗ്ലാസ് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എത്ര വെള്ളം എടുക്കണോ അതിന് നേർ 1/2 ഗ്ലാസ് നമുക്ക് വിനാഗിരി, 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് വിനാഗിരി എന്നുള്ള രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് തിളച്ച് വറ്റിപ്പിച്ചെടുക്കണം. പിന്നെ വിനാഗിരിയുടെ ചുവ കുത്തുമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വിനാഗിരി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് പാകമാണെന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് കറിക്ക് മേടിക്കണം മത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് അച്ചാറ്.